കുട്ടികളല്ലേ അവർ ഇച്ചിരി തണുത്ത എന്തെങ്കിലും വെള്ളമൊക്കെ വേണോ എന്ന് പറയുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കാനും ഒരു മടിയാണ്. കാരണം പെട്ടെന്ന് വല്ല അസുഖങ്ങളും കാര്യങ്ങളെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ എന്നാലും വലിയവർക്കായാലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഒരു ജ്യൂസിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ കഴിയും. അങ്ങനെ വന്നപ്പോഴാണ് കുറച്ചധികം ബോട്ടിലുകൾ വീട്ടിൽ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഞാൻ ഇതിനെ നല്ല പ്രോത്സാഹിപ്പിക്കും. ഈ പുറത്തുനിന്ന് നമ്മൾ ഈ ബോട്ടിലുകൾ മേടിക്കുമ്പോഴത്തേക്കും അത് അവസാനം ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകളിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. കാരണം പുറമേ നിന്നെല്ലാം പോയി എടുത്തുകൊണ്ട് വരുന്നതിനേക്കാളും നല്ല വീട്ടിനകത്ത് ഇതുപോലെയുള്ള ജ്യൂസും കാര്യങ്ങളും എന്തെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിലുകൾ എടുത്ത് വെച്ച് ഇതുപോലെയുള്ള വർക്കുകളെല്ലാം ചെയ്തെടുക്കും. കൂടാതെ നമുക്ക് ചെടി നട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കും കുറച്ച് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേടിച്ചുകൊണ്ട് വരുന്നതിന് നമ്മൾ ആ വെള്ളം കുടിച്ചിട്ട് ആ ബോട്ടിലിനടുത്ത് കളയുന്നതിനേക്കാളും നല്ലതല്ലേ. ഇതുപോലെയുള്ള ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ മാലിന്യത്തിലേക്ക് പോകുന്നത് തടയുക എന്ന് തന്നെ എപ്പോഴും ഞാൻ പറയും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രകൃതിയിൽ അലിഞ്ഞു ചേരാത്ത ഒരു വസ്തുവാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെയുള്ള കലാസൃഷ്ടികളാക്കി മാറ്റി വീട്ടിൽ തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കുക.